ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റ് വേവ്സ് പ്രതിപദിക്കുമെന്ന് നിങ്ങൾക്കറിയാം അല്ലെ. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇനി നമുക്ക് സൗണ്ട് റിഫ്ലക്ട് ചെയ്യുമോ എന്ന് നോക്കാം. അതായത് ശബ്ദ തരംഗങ്ങൾ പ്രതിപദിക്കുമെന്ന് നമുക്ക് നോക്കാം. 1 മീറ്റർ നീളമുള്ള 2 PVC പൈപ്പുകൾ, ഒരു ഗ്ലാസ് പ്ലേറ്റ്, ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ അലാം ക്ലോക്ക് ഇത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ സജ്ജീകരിക്കുക. ഈ ക്ലോക്കിൽ നിന്നുള്ള ശബ്ദം, അതായത് ടിക് ടിക് എന്നുള്ളൊരു ശബ്ദമില്ലേ, ആ ശബ്ദം ബി എന്ന പൈപ്പിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ബി എന്ന പൈപ്പിന്റെ കോണ് ക്രമീകരിച്ച് ഈ ക്ലോക്കിൽ നിന്നുള്ള ശബ്ദം ബി എന്ന പൈപ്പിലൂടെ കേൾക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ബി എന്ന പൈപ്പിലൂടെ നമുക്കത് കേൾക്കാൻ പറ്റും. അതിനർത്ഥം എന്താണ്? എ എന്ന പൈപ്പിൽ നിന്നാണ് നമുക്ക് ഈ ക്ലോക്കിന്റെ ശബ്ദം വരുന്നതല്ലേ. അപ്പോ എ എന്ന പൈപ്പിൽ നിന്നും വരുന്ന ക്ലോക്കിന്റെ ശബ്ദം ആ മിനുസമുള്ള പ്രതലം ഏതാണ്? ഗ്ലാസ് പ്ലേറ്റ് അല്ലെ, അതിൽ തട്ടി റിഫ്ലക്ട് ചെയ്യുന്നു, പ്രതിപദിക്കുന്നത് കൊണ്ടാണ് ബി എന്ന പൈപ്പിലൂടെ നമുക്കത് കേൾക്കാൻ പറ്റുന്നത്. അപ്പോ പ്രകാശം പ്രതിപദിക്കുന്നത് പോലെ, അതായത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നത് പോലെ ശബ്ദവും റിഫ്ലക്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലായി, ശബ്ദവും പ്രതിപദിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്ലാസ് പ്ലേറ്റിന് പകരം, ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു മിനുസമുള്ള പ്രതലമാണ് അല്ലെ. അപ്പൊ ആ ഗ്ലാസ് പ്ലേറ്റിന് പകരം നമ്മളൊരു പരുപരുത്ത പ്രതലമാണ് വെക്കുന്നതെങ്കിൽ, ഇപ്പൊ റഫ് ആയിട്ടുള്ള ഒരു സർഫസ് ആണ് വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അതായത് ഈ ശബ്ദത്തിന്റെ ഉച്ചത കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ സൗണ്ടിന്റെ ലൗഡ്നെസ് ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അതിന് കാരണം എന്താണ്? അതായത് മിനുസമുള്ള പ്രതലങ്ങൾ പരുപരുത്ത പ്രതലങ്ങളെ അപേക്ഷിച്ച് ശബ്ദത്തെ നന്നായി പ്രതിപദിക്കും. അതായത് സ്മൂത്ത് സർഫസസ് റിഫ്ലക്ട് സൗണ്ട് മോർ എഫക്റ്റീവ്ലി ദാൻ റഫ് സർഫസസ്. എന്ന ശബ്ദത്തിന്റെ പ്രതിപദനെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ നിങ്ങൾക്ക് പറയാമോ? നമുക്ക് നോക്കാം. ഒന്നെന്ന് പറയുന്നത് സൗണ്ട് ബോർഡ്. സൗണ്ട് ബോർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സൗണ്ട് ബോർഡ് അതായത് ഈ ഓഡിയോ സിഗ്നലുകളൊക്കെ അതിനെ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് സൗണ്ട് ബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിനൊരു ഉദാഹരണമാണ്. ഓഡിയോ റെക്കോർഡിങ്ങിനും ലൈവ് സെഷൻസിനൊക്കെ നമ്മൾ സൗണ്ട് ബോർഡ് യൂസ് ചെയ്യാറുണ്ട്. അതായത് മറ്റൊരു ഉദാഹരണമാണ് ഈ ഹാളുകളിലൊക്കെ, വലിയ ഹാളുകളിലൊക്കെ ഇങ്ങനെ സീലിംഗ് ഇങ്ങനെ വളച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതും ഇതിനൊരു ഉദാഹരണമാണ്. ഈ സീലിംഗ് ഇങ്ങനെ വളച്ചു വെച്ചിരിക്കുമ്പോൾ ഒരു സ്രോതസ്സിൽ നിന്നുണ്ടാവുന്ന ശബ്ദത്തെ ഈ ആ സീലിംഗിൽ വളച്ചു വെച്ചിരിക്കുന്നത് അതിൽ തട്ടി പ്രതിപദിച്ച് ആ ഹാളിന്റെ എല്ലാ ഭാഗത്തേക്കും അത് ഒരുപോലെ വ്യാപിപ്പിക്കും. അതിനാണ് ഈ ഹാളുകളിലോ, വലിയ ഹാളുകളിലൊക്കെ, ഓഡിറ്റോറിയത്തിലൊക്കെ, ചില ഓഡിറ്റോറിയങ്ങൾക്ക് നമുക്ക് അറിയാൻ പറ്റും മിക്കവാറും ഇങ്ങനെ സീലിംഗ് ഇങ്ങനെ വളച്ചായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് ഈ നമ്മൾ ശബ്ദം പ്രതിപദിക്കുമെന്ന് പറഞ്ഞല്ലേ, അങ്ങനെയാണെങ്കിൽ ഈ പ്രതിപദിച്ച് വരുന്ന ശബ്ദം, അതായത് റിഫ്ലക്ട് ചെയ്ത് വരുന്ന സൗണ്ട് വീണ്ടും വീണ്ടും പ്രതിപദിക്കുമായിരിക്കുമോ? അതെ, വീണ്ടും വീണ്ടും റിഫ്ലക്ട്